ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബസൂക്ക അക്കോർഡിംഗ് ടു യു? മമ്മൂക്ക സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. മമ്മൂട്ടിയുടെ പൂണ്ടുള്ള ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ്, പക്ഷെ സെക്കൻഡ് ഹാഫ് ഒളിച്ചടിക്ക് പടം. ക്ലൈമാക്സ് ഒക്കെ രോമാഞ്ചം. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല. അവസാനത്തെ 30 മിനിറ്റ് പൊളിച്ച് മമ്മൂക്കാണ് വേറിട്ട ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. ലാഗൊന്നുമില്ല, ചെറിയൊരു ലാഗ് വരുന്നുണ്ട്, പക്ഷേ പടം അടിപൊളി തന്നെ. ഒരു അപാരമായിട്ട് മമ്മൂക്കാന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സസ്പെൻസിന്റെ അങ്ങേറ്റം പോയി. അങ്ങേറ്റം ഇതിൽ വലിയ സസ്പെൻസ് മലയാള സിനിമയിൽ എടുക്കാനില്ല. ഈ പടം കൊള്ളൂലെന്ന് ഞാൻ അശ്വന്ത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവന്റെ യൂട്യൂബ് ചാനലല്ല, ഇനി അവന്റെ ഇൻസ്റ്റ അല്ല, എവന്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടു കൂടി അവസാനിക്കും. വളരെ പൂവർ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ, വെരി പൂവർ. എന്താ എന്റെ ഉദ്ദേശം? നീ വലിയ റിവ്യൂവറൊക്കെ തന്നെയാണ് സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ മനസ്സിലായ? കളിക്കുമ്പോൾ നോക്കിയും കണ്ട് കളിക്കണം. നീ അയാളെ കാണിക്കേണ്ട ഒരു പകുതി കാണിക്കാൻ പറ്റും. നീ നെഗറ്റീവ് പറഞ്ഞ മമ്മൂക്ക ശരിക്കും ഒരു സഹനടനായിട്ടാണ് ഇതിൽ അഭിനയിച്ചത്. ഇദ്ദേഹം ഫുൾ ടൈം ബസ്സിലിരുന്ന് എന്തൊക്കെയോ കഥ പറയാം. അങ്ങനെയാണ് തോന്നുന്നു ഈ സിനിമയ്ക്ക് പേര് ബസൂക്ക എന്ന്. ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക. ഷൈൻ ടോം ചാക്കോണ്ട് അദ്ദേഹം മലയാളം പറഞ്ഞാൽ തന്നെ സാധനം മനസ്സിലാവാറില്ല. ഇതിൽ വേറെ എന്തൊക്കെയോ ഭാഷ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഏതാ ഭാഷ എന്ന് പോലും മനസ്സിലല്ലോ, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. മൊത്തം വെറുപ്പിക്കൽ. ഇത് ഏത് ലോകത്തെ ബസ്സാ? ഒരു ബസ്സിലെ ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് കൊണ്ട് വെറുപ്പിക്കും. ചോമോൻ ചോദ്യമൊക്കെ എന്തൊരു വെറുപ്പിക്കല്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള അയ്യോ മറ്റേ മീനാക്ഷി വന്നിട്ട് എന്ന് പറയുക, അയ്യോ എന്തൊരു ഗ്ലാമറാണ് ഇക്കയുടെ എൻട്രി വന്നപ്പോ പറയാ, അയ്യോ എത്ര കാലമായി ഇത് പറയുന്നത്, എന്തൊരു ഗ്ലാമർ മടുക്കുന്നില്ലേ? കേട്ടിടത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ. പടത്തിന് ഞാൻ മലയാള സിനിമനെ നെഗറ്റീവ് പറയാൻ വന്ന എന്റെ മാണി